ജുഡീഷ്യറിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കോടതിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. ജഡ്ജിമാർ നിയമനിർമ്മാതാക്കളായി പ്രവർത്തിക്കുന്നു, ജുഡീഷ്യറി സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്നതിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. We cannot have situation where you direct President of India. And on what basis? The only right you have under the Constitution is to interpret the Constitution under Article 145(3). President of India is a very elevated position. President takes oath to preserve, protect and defend the Constitution. This oath is taken only by President and her appointees, the governors. Everyone, the Prime Minister, the Vice President, the ministers, the parliamentarians, the judges, they take oaths to abide by the Constitution. But to defend the Constitution, to preserve the Constitution, to protect the Constitution, that is the oath of the President of India. വഖഫ് നിയമ ഭേദഗതിക്ക് സ്റ്റേയില്ല. വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചത്തെ സമയം നൽകി സുപ്രീം കോടതി. ഉത്തരവുണ്ടാകുന്നതുവരെ രേഖാമൂലം വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുതെന്നും കോടതി വ്യക്തമാക്കി. കേസ് മെയ് 5-ന് വീണ്ടും പരിഗണിക്കും. വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. ഇതോടെ രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് നിയമ തടസ്സമുണ്ടാകില്ല. എന്നാൽ ഉപയോഗത്തിലൂടെയോ കോടതി ഉത്തരവിലൂടെയോ വഖഫാണെന്ന് രേഖാമൂലം വിജ്ഞാപനം ചെയ്ത സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുതെന്ന് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. കൂടാതെ വിഷയത്തിൽ വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ സമയം അനുവദിച്ചു. ഇനി കേസ് പരിഗണിക്കുന്നതുവരെ ദേശീയ വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും നിയമനം നടത്തില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചും വിശദമായ പഠനത്തിനും ശേഷമാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്നും ഇത് മതാചാരങ്ങൾക്കെതിരല്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ് തുടങ്ങി വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് 70-ലധികം ഹർജികൾ ഉള്ളതിനാൽ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഹർജിക്കാർക്ക് പൊതു അഭിഭാഷകനെ നിയോഗിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. ജനം, ഡൽഹി.